नमस्ते। आज हम आयाम कलाम के बहाने नामक फिल्मी लेग का दूसरा भाग। पिछली कक्षा में हमने पढ़ा मिहिर और उसके दोस्त मोरपाल के बारे में। मोरपाल एक गरीब परिवार के प्रतिनिधि है। मोरपाल हर दिन 15 किलोमीटर साइकिल चलाकर स्कूल आते थे। इसके बारे में भी हमने पढ़ा। और मोरपाल और मिहिर के बीच में एक सौदा था, गाने के डिब्बे की अदला बदली का। यह भी मिहिर ने यह फिल्म लैग द्वारा हमसे कहा। और आगे क्या क्या है देखे। मैं स्कूल जाने में रोया करता। मिहिर अपना फिल्म लैग जारी करता है और उसने कहा है, मैं स्कूल जाने में रोया करता था। यहाँ मैं लेखक है, हमारे लेखक का नाम मिहिर है। मिहिर की छोटी आयु में स्कूल जाने के समय वो रोया करता था। हमारे मिहिर जी, मैं स्कूल जाने में रोया करता था। ഇത് നമ്മൾക്ക് ഒരുവിധം കുട്ടികളുടെ വലിയ ആളുകളായ എല്ലാ ആളുകളുടെയും പഴയ സ്കൂൾ ജീവിത കാലഘട്ടം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ സ്കൂളിലേക്ക് പോവുക എന്നുള്ളത് വളരെ മടിയുള്ള കാര്യമായിരുന്നു. അപ്പോൾ സ്കൂളിലേക്ക് പോവാതിരിക്കാൻ എന്തെങ്കിലും കാരണം കണ്ടെത്തുക, ഇല്ലാത്ത പനിയോ തലവേദനയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പറയുക, അല്ലെങ്കിൽ വെറുതെ കരയുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഏർപ്പാട് ഒരുവിധ ആളുകളൊക്കെ തന്നെ അവരുടെ ബാല്യകാലത്ത് ആ സ്കൂൾ ദിനങ്ങളിൽ ചെയ്തിട്ടുണ്ടാകും. ഇവിടെ നമ്മൾക്ക് കൂടി അത് അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ലേഖകൻ മിഹിർ പറയുന്നത്, സ്കൂളിൽ പോകേണ്ട ദിവസങ്ങളിൽ ഞാൻ കരയാറായിരുന്നു എന്ന്. रोज नए बहाने बनाया करता और जब तेज बारिश के दिनों में स्कूल के रास्ते में पानी भर जाने से छुट्टी हो जाया करती तो मैं घर पर नाशा करता. അദ്ദേഹം പറയുന്നത് നോക്കിയേ, रोज नए बहाने बनाया करता. എല്ലാ ദിവസവും പുതിയ പുതിയ എക്സ്ക്യൂസുകൾ, എന്തെങ്കിലും കാരണം കണ്ടെത്തും സ്കൂളിലേക്ക് പോവാതിരിക്കാൻ. റോസ് മീൻസ് ഡെയിലി. എല്ലാ ദിവസവും സ്കൂളിലേക്ക് ഒന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ എന്തെങ്കിലും കാരണങ്ങൾ കണ്ടെത്തുകയായിരുന്നു. रोज नए बहाने बनाया करता और जब तेज बारिश के दिनों में, പിന്നെ നല്ല മഴയുള്ള സമയങ്ങളിൽ, നല്ല മഴക്കാലത്ത് സ്കൂൾ के रास्ते में पानी भर जाने से, ആ സ്കൂളിലേക്ക് പോകാനുള്ള വഴിയിലൊക്കെ തന്നെ ചിലപ്പം മഴവെള്ളം വന്ന് നിറയും. അങ്ങനെ മഴവെള്ളം കൊണ്ട് മീൻസ് ഒരു തരത്തിലുള്ള വെള്ളപ്പൊക്കം ആ വഴിയിലുടനീളം ഉണ്ടായാൽ ചുട്ടി ഹോ ജായ കാത്തി, അന്ന് ചിലപ്പോൾ സ്കൂൾ അവധി പ്രഖ്യാപിക്കും. വെള്ളപ്പൊക്കം ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് സ്കൂള് ഇന്ന് അവധി പ്രഖ്യാപിച്ചാൽ तो मैं घर पर नाशा करता, ഞാൻ വീട്ടിൽ നൃത്തം ചെയ്യാറായിരുന്നു പതിവ്. ഞാൻ നൃത്തം ചെയ്യാറുണ്ടായിരുന്നു. मैं घर पर नाशा करता. നമുക്ക് എന്താ പറയാറുണ്ടല്ലോ, ഒരു പരസ്യവാചകമുണ്ട്, സന്തോഷം കൊണ്ട് എനിക്കിരിക്കാൻ വയ്യേ. ഇവിടെ ഇതേപോലെ നമ്മുടെ മിഹിർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി നൃത്തം ചെയ്യാറുണ്ടായിരുന്നു പോലും. എങ്ങാനും സ്കൂളിൽ പോകേണ്ട ഏതെങ്കിലും രാവിലെകളിൽ
നല്ല മഴ പെയ്ത് സ്കൂളിലേക്കുള്ള വഴിയിൽ മുഴുവനും വെള്ളം നിറഞ്ഞ് സ്കൂളിന് അവധി പ്രഖ്യാപിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമാവാറുണ്ടായിരുന്നു. കാരണം പൊതുവെ കുഴിമടിയൻ, അതിനിടയിൽ മഴ പെയ്ത് ഒരു ദിവസം സ്കൂളിന് അവധിയും കൂടി കിട്ടിയെന്ന് കണ്ടാൽ സന്തോഷം കൊണ്ട് മതിമറക്കാറുണ്ടായിരുന്നു നമ്മുടെ മിഷിർ എന്നാ പറയുന്നത്. देखिए रोज नए बहाने बनाया करता और जब रोज बारिश के दिनों में स्कूल के रास्ते में पानी भर जाने से छुट्टी हो जाया करती तो मैं घर पर रहना अच्छा करता. रोज मीन्स डेली, ദിവസേന, ദിവസം തോറും. തേസ് ബാരിഷ് മീൻസ് മഴയാണ്. നല്ല മഴയുണ്ടാകുന്ന ദിവസങ്ങളിൽ സമയങ്ങളിൽ സ്കൂൾക്ക് രാസ്ത മീൻസ് വഴി. ദെൻ छुट्टी हॉलीडे അവധിയാണ്. मैं घर पर नाशा करता लेकिन मैं समझ नहीं पाता था कि मोरपल और उसके जैसे मेरे कई और सहपाठी बिना नागा रोज स्कूल क्यों चले आते थे. देखिए लेकिन मैं समझ नहीं पाता था. എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. എന്താ അറിയാൻ പാടില്ലാത്ത കാര്യം? മോർപാൽ ഔർ ഉസ്കെ ജൈസെ മേരെ കൈ ഔർ സഹപാഠി, മോപ്പാലും അവനെ പോലെയുള്ള എൻ്റെ ഒത്തിരി സഹപാഠികളും, അതായത് കൂടെ പഠിക്കുന്ന മോർപാൽ ഉൾപ്പെടെയുള്ള കുറച്ച് സഹപാഠികൾ ബിനാ നാഗ രോസ് സ്കൂൾ ക്യോ ചലേ ആത്തെ थे. ഒരു ദിവസം പോലും ആബ്സെൻ്റ് ആവാതെ എന്തിനായിരുന്നു ഇവർ എല്ലാ ദിവസവും സ്കൂളിലേക്ക് വന്നുകൊണ്ടിരുന്നത്? ഇവിടെ കൃത്യമായിട്ട് നമ്മൾക്ക് രണ്ടാളുടെ സ്വഭാവ സവിശേഷത എടുത്തു കാണിക്കുകയാണ് ലേഖനം ചെയ്യുന്നത്. അതായത് മിഷിർ ഒരു കുഴിമടിയനായിരുന്നു, സ്കൂളിലേക്ക് പോകാൻ ശേഷം താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ മോർപാൽ അതായിരുന്നില്ല. മോർപാൽ ആബ്സെൻ്റ് ആവാതെ എല്ലാ ദിവസവും സ്കൂളിൽ ഹാജരാവാറായിരുന്നു പതിവ്. ഒരു ദിവസം പോലും സ്കൂളിലേക്ക് പോവാതിരിക്കാറുണ്ടായിരുന്നില്ല. എല്ലാ ദിവസവും സ്കൂളിലേക്ക് പോയി എന്ന് പറയുന്നു. उनका स्कूल को लेकर प्रेम इतना गहरा था कि रविवार की छुट्टी का दिन उनके लिए हफ्ते का सबसे बुरा दिन हुआ करता. മിഹിർ നമ്മളോട് പറയാണ്, ഒരു ദിവസം പോലും ആബ്സെൻ്റ് ആവാറുണ്ടായിരുന്നില്ല നമ്മുടെ മോപ്പാൽ. എന്നാൽ മിഷിർ മാക്സിമം കഴിയാവുന്നത്ര ദിവസങ്ങളിൽ കുഴിമടിയായിട്ട് സ്കൂളിലേക്ക് പോവാതിരിക്കാൻ പുതിയ പുതിയ കാരണങ്ങൾ കണ്ടെത്തിയൊക്കെ ഇരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്രമാത്രം സ്കൂളിലേക്ക് വരാൻ താല്പര്യമെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ലായിരുന്നോ എന്ന് പറഞ്ഞു. മാത്രമല്ല പറയുന്നു, उनका स्कूल को लेकर प्रेम इतना गहरा था कि रविवार की छुट्टी का दिन उनके लिए हफ्ते का सबसे बुरा दिन हुआ करता. ആഴ്ചയിലെ ഞായറാഴ്ച നമുക്കറിയാം ഹോളിഡേ ആണ്, സ്കൂളൊന്നും വർക്ക് ചെയ്യുന്നില്ല. എന്നാൽ മിഹിർ പറയുന്നു, മോപ്പാലിന് ആഴ്ചയിൽ ഒരുവിധ എല്ലാ കുട്ടികളെയും സംബന്ധിച്ച് ആഴ്ചയിൽ സ്കൂൾ വർക്കിംഗ് സമയത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ചയായിരിക്കും. रविवार पसंद का दिन होने की संभावना है, पर यहाँ रविवार की छुट्टी का दिन उनके लिए मीन्स मोपाल के लिए हफ्ते का सबसे बुरा दिन हुआ करते थे. ആഴ്ചയിലെ ഏറ്റവും മോശപ്പെട്ട ദിവസമായിട്ടായിരുന്നു മോപ്പാലിന് തോന്നിയിരുന്നത്. അല്ലെങ്കിൽ മോപ്പാലിന്റെ കാഴ്ചപ്പാടിൽ ആഴ്ചയിലെ ഏറ്റവും മോശപ്പെട്ട ദിവസം ഞായറാഴ്ചയായിരുന്നു. നമ്മളിൽ നിന്ന് നേരെ ഓപ്പോസിറ്റാണ്. കാരണം നമ്മൾക്ക് ആ കൂടി ആ ഞായറാഴ്ച ദിവസമാണ് വളരെ സന്തോഷപ്രദമായിട്ടുള്ള ദിനമായിട്ട് മാറുക.
കാരണം അന്ന് വൈകി എണീറ്റാൽ മതി, കൂടുതൽ സമയം ഉറങ്ങാം, മാത്രമല്ല സ്കൂളിലേക്ക് പോകേണ്ടതില്ല, കളിച്ച് നടക്കാം. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി സൗകര്യങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുക ഞായറാഴ്ച ദിവസമാണെങ്കിൽ, മോപ്പാലിൻ്റെ ജീവിതത്തിൽ അവന് ഏറ്റവും മോശപ്പെട്ട ദിവസമായിട്ട് ഉണ്ടാവാറുണ്ടായിരുന്നത് ഈ ഞായറാഴ്ച ദിവസങ്ങളായിരുന്നു എന്നാണ് പറയുന്നത്. छुट्टी का ശ്രദ്ധിച്ച് उनका स्कूल को लेकर प्रेम इतना गहरा था कि रविवार की छुट्टी का दिन उनके लिए हफ्ते का सबसे बुरा दिन हुआ करता। मैं स्कूल की नीली खाकी यूनिफॉर्म से हमेशा चिढ़ा करता और उसे पहनना हमेशा टाल करता। നമ്മളുടെ മിഹിറിന്റെ സ്വഭാവത്തിന് മറ്റൊരു കാര്യം കൂടി നമ്മോട് മിഹിർ തന്നെ പറയാണ്, मैं स्कूल की नीली खाकी യൂണിഫോം से हमेशा चिढ़ा करता। സ്കൂളിൽ അന്നുണ്ടായിരുന്ന യൂണിഫോം നീലയും കാക്കിയുമാണ്. ആ യൂണിഫോം मैं हमेशा चिढ़ा करता, എനിക്ക് അതിനോട് എപ്പോഴും വെറുപ്പായിരുന്നു. മീൻസ് യൂണിഫോം ധരിച്ച സ്കൂളിൽ പോകാൻ എനിക്ക് അശേഷം സ്കൂളിൽ പോകാൻ തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് യൂണിഫോമും കൂടി ധരിച്ച് സ്കൂളിലേക്ക് പോകാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാ പറയുന്നത്. मैं स्कूल की नीली खाकी यूनिफॉर्म से हमेशा चिढ़ा करता। हमेशा मीൻസ് ഓൾവേസ്, ചിढ़ा करना മീൻസ് ടു അവോയ്ഡ്, ഒഴിവാക്കുക, അല്ലെങ്കിൽ അത് ഏറ്റവും കൂടുതൽ വെറുപ്പുളവാക്കുന്ന, ദേഷ്യം ഉളവാക്കുന്ന ഒരു കാര്യം കൂടി അത് തന്നെയായിരുന്നു. और उसे पहनना हमेशा टाल करता। वही मोपाल मुझे जब भी दिखा, എന്നാൽ അതേസമയം എൻ്റെ ബാല്യകാല സുഹൃത്തായിട്ടുണ്ടായിരുന്ന ആ മോപ്പാൽ ഹമേഷ വഹി സ്കൂൾ की യൂണിഫോം പഹന്നെ ഹി ദേഖ, ഞാൻ എപ്പോഴെല്ലാം കാണുന്നുണ്ടായിരുന്നു അപ്പോഴെല്ലാം തന്നെ ആ സ്കൂൾ യൂണിഫോമിലായിരുന്നു അവനെ കാണാറുണ്ടായിരുന്നത്. എപ്പോൾ നോക്കിയാലും സ്കൂൾ യൂണിഫോമിലായിരുന്നു മോപ്പാലിനെ കാണാറുണ്ടായിരുന്നത് എന്ന് മിഹിർ പറയുകയാണ്. കാരണം മിഹിറിനെ സംബന്ധിച്ച് സ്കൂൾ യൂണിഫോം എന്ന് പറയുന്നത് മാറ്റി വെക്കുന്ന, വേറെ വെറുപ്പുളവാക്കുന്ന ഒരു കാര്യമാണെങ്കിൽ, മോർപ്പാൽ എല്ലാ ദിവസവും സ്കൂളിലെ ദിവസമായാലും അല്ലാത്ത ദിവസമായാലും കാണുമ്പോഴൊക്കെ തന്നെ ഈ സ്കൂൾ യൂണിഫോമിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ബാത്തോ മുझे याद है, ഒരിക്കൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഓർക്കുന്നു, मोहल्ले की किसी शादी में भी उसे वही नीली खाकी स्कूल यूनिफॉर्म पहनने देख मैं हैरान रह गया था. അത് ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു ദിവസം ഒരു കല്യാണത്തിന്, ഏതൊരു വീട്ടിൽ നടന്ന കല്യാണത്തിന് ഞാൻ മോപ്പാലിനെ കണ്ടിരുന്നത്, അന്നും മോപ്പാൽ ധരിച്ചിട്ടുണ്ടായിരുന്നത് ഈ സ്കൂളിലെ യൂണിഫോം തന്നെയായിരുന്നു. നോക്കണേ, മിഹിർ സ്കൂളിലേക്ക് പോലും യൂണിഫോം ധരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ആ സമയത്താണ് സ്കൂളിൽ ദിവസേന യൂണിഫോം ധരിച്ച് വരാറുണ്ടായിരുന്ന മോപ്പാൽ ആ ഗ്രാമത്തിലെ ഒരു കല്യാണത്തിന് വീട്ടിലേക്ക് ധരിച്ചു വന്ന വസ്ത്രവും ആ യൂണിഫോം ആയിരുന്നു പോലും. അത് ഞാൻ ഇന്നും നന്നായി ഓർക്കുന്നു എന്ന് ഏറെ മുതിർന്നതിന് ശേഷം ഈ ലേഖനം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാണ്. ബാല്യകാലത്ത് സ്കൂൾ ദിവസങ്ങളിൽ, കല്യാണ ദിവസത്തിന് പോലും മോർപ്പാൽ യൂണിഫോം ധരിച്ചുകൊണ്ട്, സ്കൂൾ യൂണിഫോം ധരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് എത്തിയ ആ ഒരു കാര്യം നോക്കിയേ. एक बार तो मुझे याद है कि मोहल्ले की किसी शादी में, शादी मीन्स मैरिज, कल्याणम, उसे वही नीली खाकी स्कूल यूनिफॉर्म पहने देख मैं हैरान रह गया था. ആ കാഴ്ച കണ്ടിട്ട് ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നിലേറെ അത്ഭുതം ഉളവാക്കിയ കാര്യമായിരുന്നു കല്യാണത്തിന്. നമുക്കറിയാം, നമ്മൾ കല്യാണത്തിന് പോവുക എന്ന് പറയുമ്പോൾ ഉള്ള വസ്ത്രങ്ങളിൽ ഏറ്റവും ഭംഗിയാർന്ന വസ്ത്രം ഏതാണോ, ഏറെ തിളക്കമുള്ള വസ്ത്രം ഏതാണോ, ഏറ്റവും പുതിയത് ഏതാണോ, അത് ധരിച്ചുകൊണ്ട് പോകാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടരാണ്. അത് അന്നാണെങ്കിലും ഇന്നാണെങ്കിലും.
അപ്പോഴാണ് സ്കൂൾ ദിവസം അല്ലാത്ത ഒരു കല്യാണ വേളയിലും യൂണിഫോം ധരിച്ചുകൊണ്ട് കല്യാണത്തിന് പ്രത്യക്ഷപ്പെട്ട തൻ്റെ ബാല്യകാല സുഹൃത്ത് മോർപാല് തനിക്ക് വല്ലാത്ത ഒരു അത്ഭുതമാണ് ഉണ്ടാക്കിയത് എന്ന് മിഹിർ പറഞ്ഞു വെക്കുന്നത്. അവിടെ നമ്മളുടെ ഒരു പാരഗ്രാഫ് അവസാനിക്കുകയാണ്. ഞാൻ ഒന്നുകൂടി പൂർണ്ണമായിട്ട് ആ പാരഗ്രാഫ് വായിക്കാം, ശ്രദ്ധിച്ച് ബുക്കിൽ നോക്കണം, ശ്രദ്ധിക്കണം. मैं स्कूल जाने में रोया करता, रोज नए बहाने बनाया करता, और जब तेज बारिश के दिनों में स्कूल के रास्ते में पानी भर जाने से छुट्टी हो जाया करती तो मैं घर पर नाशा करता, लेकिन मैं समझ नहीं पाता था कि मोपाल और उसके जैसे मेरे कई और सहपाठी बिना नागा रोज स्कूल क्यों चले आते थे। उनका स्कूल को लेकर प्रेम इतना गहरा था कि रविवार की छुट्टी का दिन उनके लिए हफ्ते का सबसे बुरा दिन हुआ करता। मैं स्कूल की नीली गांव की यूनिफॉर्म से हमेशा चिढ़ा करता और उसे पहनना हमेशा टाल करता। वही मोपाल मुझे जब भी दिखा हमेशा वही स्कूल की यूनिफॉर्म पहने ही दिखा। एक बात तो मुझे याद है कि मोहल्ले की किसी शादी में भी उसे वही नीली गांव की स्कूल यूनिफॉर्म पहने देख मैं हैरान रह गया था। ये मुझे बहुत बाद में समझ आया कि जिस स्कूल में विदाई समय को मैं अपने बचपन का सबसे खराब समय समझा करता था, शायद वही मोपाल के लिए उसके जीवन का सबसे अच्छा समय होता था। ഇവിടെ മിഹിർ പറയുന്ന ഒരു കാര്യം നമുക്കെല്ലാവർക്കും ഒരു വേള യോജിക്കാനായിട്ട് കഴിയില്ല. കാരണം സ്കൂൾ ഡേയ്സ് എന്നുള്ളത് നമുക്ക് ജീവിതത്തിൽ എവർ മെമ്മറബിൾ ആയിട്ടുള്ള ഡേയ്സ് ആയിരിക്കും ആ സ്കൂൾ ഡേയ്സ് എന്ന് പറയുന്നത്. പക്ഷേ മിഹിറിനെ സംബന്ധിച്ച് സ്കൂളിൽ ചെലവഴിച്ചിട്ടുണ്ടായിരുന്ന ആ ദിവസങ്ങളെ ജീവിതത്തിലെ മോശപ്പെട്ട ദിവസങ്ങളായിട്ടാണ് കാണുന്നത്. ആ ബാല്യത്തിലുണ്ടായിരുന്ന സ്കൂൾ ഡേയ്സ് മോശപ്പെട്ട അല്ലെങ്കിൽ ശരിയല്ലാത്ത ദിവസങ്ങളായിട്ടാണ് കാണുന്നത്. നോക്കൂ, ये मुझे बहुत बाद में समझ आया. എനിക്കിത് ഏറെ കഴിഞ്ഞാണ് മനസ്സിലായത്. എൻ്റെ സ്കൂൾ ദിനങ്ങൾ ഏതൊന്നായിരുന്നു ഞാൻ വളരെ മോശമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്, ആ സ്കൂൾ ദിനങ്ങളായിരുന്നു മോർപാലിനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും രസകരമായ ദിനങ്ങൾ എന്ന് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കുന്നത്. देखिए, ये मुझे बहुत बाद में समझ आया कि जिस स्कूल में बिताए समय को मैं अपने बचपन का सबसे खराब समय समझा करता था, शायद वही मोपाल के लिए उसके जीवन का सबसे अच्छा समय होता था. അതായത് ഞാൻ വളരെ മോശമായിട്ട് മാത്രം മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ചീത്ത സമയമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്ന എൻ്റെ സ്കൂൾ ദിനങ്ങൾ മോർപാലിനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും രസകരമായിട്ടുള്ള ദിനങ്ങളായിരുന്നു എന്ന് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കുന്നത്. घर की कमरतोड़ मेहनत और गेत मजदूरी से इतर दिन का ऐसा एकमात्र समय जब वो बच्चा बना रह सकता था. ഇനി എന്താണ് ഇതിന് കാരണം? ആ കാരണം പറയുമ്പോഴാണ് നമ്മൾ അധ്വാനത്തിൻ്റെ മഹാത്മ്യം നമുക്ക് മനസ്സിലാക്കുക. അതായത് മോപ്പാലിൻ്റെ അച്ഛനും അമ്മയും കർഷകരായിരുന്നു. മാത്രമല്ല ദാരിദ്ര്യമായിരുന്നു കൂട്ടിനുണ്ടായിരുന്നത്. ആ
സ്കൂൾ ദിവസങ്ങളിൽ നമ്മുടെ മോർപാൽ സ്കൂളിലേക്ക് പോരും. എന്നാൽ അവധി ദിവസം, അതായത് ഞായറാഴ്ച, മോർപാൽ സ്വാഭാവികമായിട്ടും അവൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കൃഷിപ്പണിക്കായിട്ട് വയലേലകളിലേക്ക് ഇറങ്ങേണ്ടി വരാറുണ്ടായിരുന്നു. അപ്പം ആ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ അധ്വാനിക്കാനായിട്ട്, കളിച്ച് ചിരിച്ച് നടക്കാനല്ല, സന്തോഷിക്കാനല്ല, മറിച്ച് അധ്വാനിക്കാനായിട്ട് വയലേലകളിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന ആ ഞായറാഴ്ച ദിവസങ്ങളെ മോർപാലിന് സ്വാഭാവികമായിട്ടും ജീവിതത്തിലെ മോശം ദിനമായിട്ടും, എന്നാൽ സുഹൃത്തുക്കളോടൊപ്പം കളിച്ച് ചിരിച്ച് നടക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്ന ആ ഞായറാഴ്ച ഒഴികെയുള്ള ദിവസങ്ങൾ ജീവിതത്തിലെ ഏറ്റവും രസകരമായുള്ള ദിവസങ്ങളായിട്ടും മാറി. അങ്ങനെയായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. നോക്കിയേ, ഗർക്കി കമർത്തോട് മെഹനത്ത്, വീട്ടിലെ ഹാർഡ് വർക്കിംഗ്, और गेत मजदूरी से കൃഷിപ്പണി, इतर दिन को ऐसा एकमात्र समय जब वो बच्चा बना रह सकता था. അപ്പം ആ ദിവസം ഒഴികെയുള്ള ദിവസങ്ങളായിരുന്നു അവന് കുട്ടിയായിട്ട് ഇരിക്കാൻ, കുട്ടിത്തത്തോട് കൂടിയിട്ട് ഇരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. മേരെ ലിയേ സ്കൂൾ യൂണിഫോം ബോച്ച്തി. നേരത്തെ പറഞ്ഞു നമ്മുടെ ലേഖകൻ, സ്കൂൾ യൂണിഫോം എന്ന് പറയുന്നത് അത് ഞാൻ മാറ്റിവെക്കാൻ, അകറ്റിവെക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നാണ്. എനിക്കതിനോട് ഏറ്റവും വെറുപ്പായിരുന്നു. എനിക്ക് ഏറ്റവും ഭാരമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു എൻ്റെ സ്കൂൾ യൂണിഫോം. മേരെ ലിയേ സ്കൂൾ യൂണിഫോം ബോझ थी. ബോझ മീൻസ് ഭാരം. मेरे पास उससे बेहतर कपड़े थे जिन्हें मैंने अपनी पसंद से बड़े शहरों के बड़े बाजारों से खरीदा था. എന്തേ നമ്മുടെ മിഹിറിന് സ്കൂൾ യൂണിഫോം ഏറെ ഭാരമുള്ളതായിട്ടും മോശമായിട്ടും തോന്നാൻ കാരണം? മിഹിർ തന്നെ അതിൻ്റെ കാരണം നമ്മുടെ മുമ്പിലേക്ക് നമ്മളുമായിട്ട് ഷെയർ വെക്കുകയാണ്. വലിയ വലിയ പട്ടണങ്ങളിലെ വളരെ കോസ്റ്റ്ലി, വിലപിടിപ്പുള്ള, ഒപ്പം തന്നെ വളരെ നല്ല കളർഫുള്ളായിട്ടുള്ള വസ്ത്രങ്ങൾ, അവൻ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധാരാളം വാങ്ങിച്ചു വെച്ചതുണ്ടായിരുന്നു. ആ വസ്ത്രങ്ങൾ അണിഞ്ഞ് നടക്കാനായിരുന്നു നമ്മുടെ മിഹിറിനെ സംബന്ധിച്ച് താല്പര്യം. സ്കൂൾ യൂണിഫോം ധരിക്കാനായിരുന്നില്ല. ആ കാരണമാണ് ഇവിടെ പറയുന്നത്. നോക്കൂ, മേരെ പാസ് ഉസ്സേ ബഹത്തർ കപ്പടത്തെ, എൻ്റെ പക്കല് അതിനേക്കാളും നല്ല, മീൻസ് നമ്മുടെ സ്കൂൾ യൂണിഫോമിനേക്കാളും നല്ല കപ്പടത്തെ ജിന്നെ മേനെ അപ്പനി പസന്ത് സെ, എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ബഡേ ഷഹരോं के बड़े बाजारों से खरीदा था, വലിയ വലിയ പട്ടണങ്ങളിലെ വലിയ വലിയ ഷോപ്പുകളിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്രകാരം നല്ല കളർഫുൾ ആയിട്ടുള്ള വസ്ത്രങ്ങൾ എൻ്റെ പക്കലുണ്ടായിരുന്നു. ലേക്കിൻ എന്നാൽ മോർപാൽ के पास एकमात्र कमीज पैंट का नया जोड़ा वो नीली गाकी स्कूल യൂണിഫോം. പക്ഷെ നമ്മുടെ മോർപാലിൻ്റെ പക്കലുണ്ടായിരുന്ന പുതിയ ഒരു ജോഡി വസ്ത്രം എന്ന് പറയാനുണ്ടായിരുന്നത് ഈ യൂണിഫോം മാത്രമായിരുന്നു. അല്ലാതെ പുതിയ കളർഫുൾ ആയിട്ടുള്ള വസ്ത്രമൊന്നും വാങ്ങിക്കാൻ വലിയ വലിയ പട്ടണങ്ങളിലെ വലിയ ഷോപ്പുകളിൽ നിന്നും വളരെ കളർഫുൾ ആയിട്ടുള്ള വസ്ത്രങ്ങൾ വാങ്ങിച്ചു വെച്ച് അത് ധരിച്ചുകൊണ്ട് നടക്കാനുള്ള സാമ്പത്തിക ശേഷി നമ്മുടെ മോർപാലിനെ സംബന്ധിച്ചുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവൻ്റെ മുമ്പിൽ മറ്റൊരു ചോയ്സ് ഇല്ല. അവൻ്റെ മുമ്പിലുള്ള ചോയ്സ് ഉള്ള ആ യൂണിഫോം ധരിക്കാൻ, കല്യാണത്തിനായാലും സ്കൂളിലേക്കായാലും ആ ഒരു പുതിയ വസ്ത്രം, നമ്മുടെ സ്കൂൾ യൂണിഫോം ധരിക്കുവാൻ നിർബന്ധിക്കപ്പെട്ടവനായിരുന്നു. ചെറിയ കുട്ടിയാണ്, ആഗ്രഹങ്ങൾ ഉണ്ടാവും കളർഫുള്ളായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കാൻ. പക്ഷെ അതിന് പറ്റിയ ഒരു സാമ്പത്തിക ചുറ്റുപാടായിരുന്നില്ല നമ്മുടെ മോർപാലിനെ സംബന്ധിച്ചുണ്ടായിരുന്നത്. അതെല്ലാം തന്നെ പിന്നീടാണ് നമ്മുടെ ലേഖകൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് ഞായറാഴ്ച ദിവസങ്ങൾ നമ്മുടെ മോർപാലിന്, എൻ്റെ ബാല്യകാല സുഹൃത്തായുള്ള മോർപാലിന് മോശം ദിനമായിട്ട് ഭവിച്ചു.
അതേപോലെ എന്തുകൊണ്ട് കല്യാണ ദിവസങ്ങളിൽ പോലും അവൻ യൂണിഫോം തന്നെ ധരിക്കാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കൂ, मेरे पास उससे बेहतर कपड़े थे जिन्हें मैंने अपनी पसंद से बड़े शहरों के बड़े बाजारों से खरीदा था, लेकिन भोपाल के पास एकमात्र कमीज पैंट का नया जोड़ा वो नीली गाकी स्कूल യൂണിഫോം की थी. ഭോപ്പാലിന്റെ പക്കലുണ്ടായിരുന്ന ഒരു പുതിയ ജോഡി പിന്നെ പുതിയ വസ്ത്രം എന്ന് പറയുന്നത് ആ നീലയും കാക്കിയും യൂണിഫോം മാത്രമേ ആയിരുന്നുള്ളൂ. स्वाभाविक था कि वह उसे की शादी में पहनकर आता. കല്യാണ വേളകളിൽ പോലും ആ വസ്ത്രവും ധരിച്ച് പങ്കെടുക്കുക എന്നുള്ളത് തീർത്തും സ്വാഭാവികം മാത്രമായിരുന്നു. ഒരു ദരിദ്രനായിട്ടുള്ള ബാലന്റെ പരിമിതി, ആ പരിമിതിയായിരുന്നു ആ യൂണിഫോം എന്ന് പറയുന്നത്. ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് സ്കൂളുകളിലും ഒപ്പം തന്നെ കല്യാണ വീട്ടിലും ഒരേപോലെ പങ്കെടുത്തു. ഇവിടെ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാവുന്നു ആ ദാരിദ്ര്യം എത്ര കണ്ട് ആ കുട്ടിയെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് ഞായറാഴ്ചകൾ കുട്ടിക്ക് ജീവിതത്തിലെ മോശപ്പെട്ട ദിവസങ്ങളായിട്ട് ഭവിച്ചു. കാരണം ഞായറാഴ്ചകളിൽ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ വയലേലകളിലേക്ക് നല്ല ഹാർഡ് വർക്കിങ്ങിന് കൃഷിപ്പണിക്കായിട്ട് ഇറങ്ങിത്തിരിക്കണം. അപ്പൊ അവന്റെ കുട്ടിത്വം ഇല്ലാതാവുകയാണ്. ആ കുട്ടിത്വം നഷ്ടപ്പെടുന്ന ദിനങ്ങള് അവന്റെ ജീവിതത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ട ദിവസവും, എന്നാൽ ബാക്കിയുള്ള ദിവസങ്ങൾ സ്കൂളിൽ പോയിട്ട് മറ്റുള്ള ചങ്ങാതിമാരോടൊപ്പം ആർത്തുല്ലസിക്കാൻ മദ്ദിക്കാൻ വേണ്ടി പറ്റിയ ദിവസങ്ങൾ അത് അവനവൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസങ്ങളുമായിട്ട് മാറി. ഇതാണ് മിഹിർ ഈ ഒരു ലേഖനത്തിലൂടെ നമ്മോട് പറഞ്ഞു വെക്കുന്നത്. നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം. ഇനിയുണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ മിഹിർ പറഞ്ഞു പോകുന്നത്. ഇനി ഇതൊക്കെ ആയിരുന്നു സത്യത്തിൽ നമ്മുടെ മിഹിറും അവൻ്റെ ബാല്യകാല സുഹൃത്തായുള്ള മോർപാലും തമ്മിലുള്ള ആ ഗാഠബന്ധത്തിന് നിദാനമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മളോട് അടുത്തൊരു സെഷനിൽ പറഞ്ഞു വരാൻ വേണ്ടി പോകുന്നത് നീൽ മാധവ് പാണ്ഡെയുടെ അയം കലാം എന്ന് പറയുന്ന സിനിമയിലെ 2 കഥാപാത്രങ്ങൾ. ആ കഥാപാത്രങ്ങൾക്ക് ഈ ഞങ്ങളാവുന്ന മോർപാൽ മിഹിർ ആവുന്ന കഥാപാത്രങ്ങളോടുള്ള സിമിലാരിറ്റീസ്, എന്തെല്ലാം സാമ്യതകളാണുള്ളത്, അതാണ് അടുത്ത ഭാഗത്തായിട്ട് നമുക്ക് പറഞ്ഞും പഠിച്ചും പോകാനുള്ളത്. നമുക്ക് ഈ ഭാഗത്ത് പുതിയ പുതിയ വാക്കുകൾ ഏതൊക്കെയാണ്, ആ പുതിയ വാക്കുകളുടെ അർത്ഥങ്ങൾ ഏതൊക്കെയാണ്, അതൊന്ന് നോക്കാം. हम देखें इस बार के नए नए शब्द कौन कौन सा है और उन शब्दों का अर्थ भी. देखिए, रोज मीन्स डेली, तेज बारिश, हेवी रेन. नागा एब्सेंस, बिना नागा विदाउट एब्सेंस. गहरा मीन्स डीप, हफ्ता वीक, हमेशा ऑलवेज, पहनना टू वियर धरिക്കുക, टाला करना टू अवॉइड, याद मेमोरी, मोहल्ले, मोहल्ले मीन्स विलेज, हैरान सरप्राइज, बचपन चाइल्डहुड कुട്ടിക്കാലം ബാല്യകാലം, कमरतोड़ मेहनत मीन्स हार्ड वर्क, खेती मजदूरी एग्रीकल्चर वर्क कृषिपणि, बोझ वेट ഭാരം, ബെറ്റർ മീൻസ് ബെറ്റർ നല്ല. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഓരോ ദിവസം എടുക്കുന്ന ഭാഗം നന്നായിട്ട് തന്നെ നിങ്ങൾ വായിക്കുക, മീനിങ്സ് നോട്ട്ബുക്കിലേക്ക് പകർത്തി എഴുതുക. ഓക്കെ, ഇന്ന് നമുക്ക് അവസാനിപ്പിക്കാം.